നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ തൻ്റെ വീട്ടിലിരുന്നാണ് വോട്ടെണ്ണൽ വീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ മാത്രമേ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കൂ. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറയുന്നത് രാവിലെ തന്നെ താൻ AKG സെന്ററിലെത്തുമെന്ന്. ഫലം വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് തുടരണമെങ്കിൽ താൻ തിരുവനന്തപുരത്ത് തുടരും, അതല്ലെങ്കിൽ നേരെ തളിപ്പറമ്പിലേക്ക് പോകും. ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്ക് ഒരുവിധ ആത്മവിശ്വാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പിണറായിയിലെ തൻ്റെ വീട്ടിലിരുന്ന് വോട്ടെണ്ണൽ വീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ AKG സെൻറ്ററിൽ ഇപ്പോൾ ആളനക്കമില്ല. ക്ലിഫ് ഹൗസ് പൂട്ടിയിട്ടാണ് പിണറായി കുടുംബവും നേരെ പിണറായിയിലേക്ക് തിരിച്ചത്. ക്ലിഫ് ഹൗസിൽ നിന്ന് മിക്ക സാധനങ്ങളും ഇതിനകം തന്നെ മാറ്റിയിരുന്നു. 1988 മുതൽ 2015 വരെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇതിനിടയിൽ ഒരുവിധ മാറ്റവും അദ്ദേഹത്തെ ബാധിച്ചില്ല. 2016 VS അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് അച്യുതാനന്ദൻ കൂട്ടർ കരുതി. എന്നാൽ അപ്രതീക്ഷിതമായി പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിലൊതുക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. അന്ന് മാധ്യമ സമ്മേളനത്തിന് യെച്ചൂരിയും കാരാട്ടും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ നിരന്നു നിൽക്കുമ്പോൾ ഇതാ VS തൻ്റെ ജൂബയിൽ നിന്ന് ഒരു കുറിപ്പെടുത്ത് നേരെ പാർട്ടി സെക്രട്ടറിക്ക് കൈമാറുന്നു. പാർട്ടി സെക്രട്ടറി ആവട്ടെ അത് മാധ്യമ ക്യാമറകളുടെ മുന്നിൽ കാണത്തക്ക വിധത്തിൽ തുറന്നു പിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഡ്വൈസറാക്കി തന്നെ നിയമിക്കണമെന്ന VSൻ്റെ ശുപാർശ. നാണം കെട്ട് പണ്ടാരമടങ്ങുക മാത്രമല്ല, VS ഒരു അധികാരഭ്രാന്തനാണ് എന്ന് വരുത്തി തീർക്കാനും ഇതുവഴി പിണറായിക്ക് കഴിഞ്ഞു. പിന്നീട് പിണറായിയുടെ അശ്വഭേദം ഒന്നും രണ്ടുമല്ല, ഒരു പതിറ്റാണ്ട്. പാർട്ടി സെക്രട്ടറി ആയതിനു പിന്നാലെ പിണറായി വിജയൻ നീണ്ട യുദ്ധമാണ് അച്യുതാനന്ദനുമായി നടത്തിയത്. ഒരിടത്ത് പോലും തോറ്റുകൊടുത്തില്ല. പലപ്പോഴും പിണറായിയെ തകർത്ത് തരിപ്പണമാക്കുന്നതിൽ അച്യുതാനന്ദൻ വിജയിച്ചുവെങ്കിലും ഓരോ പരാജയങ്ങളിൽ നിന്നും പിണറായി കുതിച്ചുയരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായിക്ക് കടുത്ത പരീക്ഷണമായി മാറുന്നു. 81കാരനായ പിണറായി ഒരുപക്ഷെ ഭരണം കിട്ടിയില്ല എങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിരമിച്ച് ഇനി റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് തിരിയാം. എന്നാൽ പാർട്ടിയുടെ ഗതി എന്താണ്? ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇപ്പോൾ CPMന് ഭരണമില്ല. അവശേഷിച്ച തുരുത്ത് കേരളമായിരുന്നു. കേരളമാകട്ടെ പിണറായി എന്ന ഒരൊറ്റ ബിംബത്തിലൂന്നിയാണ് പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഒരൊറ്റ മുഖം പിണറായി വിജയൻ്റെ. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ചില മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരുന്നു എങ്കിൽ CPMും LDFും ഒക്കെ തിരിച്ചു വന്നേനെ എന്നാണ് ചിലർ മുറുമുറുക്കുന്നത്. ആത്മവിശ്വാസം തീരെ നഷ്ടപ്പെട്ട നിലയിലാണ് MP ഗോവിന്ദനും. ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ഗോവിന്ദൻ പ്രതികരിച്ച ശൈലി നോക്കിയാൽ മതി. എക്സിറ്റ് പോളുകളിൽ CPMന് 60 മുതൽ 69 സീറ്റുകൾ വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ 1-2 സീറ്റുകൾ കൂടി മതിയല്ലോ ഭരണം പിടിക്കാൻ എന്നൊക്കെയാണ് MP ഗോവിന്ദൻ തട്ടിവിടുന്നത്. PV ശ്രീനിജൻ ഫേസ്ബുക്കിൽ എഴുതി, പാർട്ടി വിലയിരുത്തൽ അനുസരിച്ച് താൻ 6000 വോട്ടിന് തോൽക്കുമെന്ന്. ശ്രീനിജൻ 6000 വോട്ടിന് തോൽക്കും എന്ന് പാർട്ടി വിലയിരുത്തി എങ്കിൽ എറണാകുളം ജില്ലയിൽ അടിമുടി പാളുമെന്നുറപ്പ്. 28 സിറ്റിംഗ് MLAമാർ പരാജയ ഭീതിയിലാണ് എന്ന് CPM മുറുമുറുക്കുന്നു. CPMന്റെ കണക്കുകൂട്ടലുകൾ അടപടലം പാളി എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. CPMന്റെ 28 സിറ്റിംഗ് MLAമാർ പരാജയപ്പെടുമെന്ന ഭീതിയാണ് പാർട്ടിക്ക്. മന്ത്രിമാരായ MP രാജേഷ്, R ബിന്ദു, VN വാസവൻ, മണ്ഡലം മാറി മത്സരിച്ച CPM സ്വതന്ത്രൻ V അബ്ദുറഹ്മാൻ ഉൾപ്പെടെ പരാജയ ഭീതിയിൽ. UDF തരംഗമുണ്ടായാൽ CPMന്റെ MLAമാരുടെ എണ്ണം 2001 23 എന്ന നമ്പറിൽ നിന്നും താഴെ പോകുമോ? അതാണ് എവിടെയും ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മറുവശത്ത് BJP NDA ഇക്കുറി 2 അക്കത്തിലേക്ക് കടക്കും എന്ന ആത്മവിശ്വാസം അവരുടെ ക്യാമ്പിലുണ്ട്. 2 പതിറ്റാണ്ടുകൾക്കിടയിൽ CPMന് ഏറ്റവും കുറവ് MLAമാർ ലഭിച്ചത് 2001 വെറും 23 പേർ. 2006 61 CPM MLAമാരായിരുന്നു. പിന്നീട് 2011 UDF ഭരണം പിടിക്കുമ്പോഴും 38 MLAമാർ മാത്രമുള്ള കോൺഗ്രസിനേക്കാൾ മുകളിലായിരുന്നു 45 എന്ന CPMന്റെ അംഗബലം. 2021 CPMന്റെ അംഗബലം 62 MLAമാരിലേക്ക് ഉയർന്നു. എന്നാൽ 3ാം തവണ തുടർ ഭരണം ലക്ഷ്യമിട്ട് 56 സിറ്റിംഗ് MLAമാരെയാണ് CPM മത്സരിപ്പിച്ചത്. ഇവിടെയാണ് തങ്ങളുടെ കണക്കുകൂട്ടലുകൾ പാളിയോ എന്ന പേടി CPMനുള്ളത്. CPMന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് 5 സിറ്റിംഗ് MLAമാർ പരാജയഭീതിയിൽ. നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ തോക്കുമെന്നാണ് പൊതുവെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. കാട്ടാക്കട IB സതീഷ്, അരുവിക്കര G സ്റ്റീഫൻ, നേമത്ത് ശിവൻകുട്ടി, വർക്കലയിൽ V ജോയി എന്നിവർ തോൽവി മണക്കുന്നു.
ചവറയിൽ CPM സ്വതന്ത്രൻ സുജിത് വിജയംപിള്ളയും പരാജയം മുന്നിൽ കാണുന്നു. ആറന്മുളയിൽ വീണ ജോർജ് പരാജയപ്പെട്ടാൽ അത് CPMന് വലിയ അടിയായി തീരും. ഏറ്റുമാനൂരിൽ VN വാസവൻ, കളമശ്ശേരിയിൽ P രാജീവ്, തൃപ്പൂണിത്തറയിൽ KN ഉണ്ണികൃഷ്ണൻ, കൊച്ചിയിൽ KJ മാക്സി എന്നീ CPM സിറ്റിംഗ് MLAമാരും പരാജയപ്പെടുമോ എന്ന ഭീതി പാർട്ടിക്ക്. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു ഏറെ പിന്നിലാണ്. തൃത്താലയിൽ MP രാജേഷും കോങ്ങാട് ശാന്തകുമാരിയും വിജയിക്കുമെന്ന് CPMന് പോലും ഉറപ്പില്ല. ഉറച്ച സീറ്റായ തിരുവമ്പാടിയിലെ ലിൻഡോ ജോസഫിന്റെ വിജയം പോലും തുലാസിലാടുന്നു. മാനന്തവാടിയിൽ OR കേളുവും പരാജയഭീതി നേരിടുന്നു. ചുരുക്കത്തിൽ 28 സിറ്റിംഗ് MLAമാരെ CPMന് നഷ്ടപ്പെടുമോ എന്ന ഭീതിയാണ് പാർട്ടിക്ക്. കണ്ണൂർ ജില്ലയിൽ KK ശൈലജയെ ഒതുക്കാൻ പേരാവൂരിൽ മത്സരിപ്പിച്ചു. എന്നാൽ പേരാവൂരിൽ KK ശൈലജ തോറ്റാൽ അതിൻ്റെ ക്ഷീണം പിണറായിക്ക് തന്നെയാവും. ചുരുക്കത്തിൽ എല്ലാ പാപഭാരവും ഒറ്റയ്ക്ക് പേറേണ്ട അവസ്ഥയിലാണ് പിണറായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിണറായിക്കെതിരെ പൊടുന്നനെ പാർട്ടിയിലെ നേതാക്കൾ അവതരിക്കും. അവർ അരിയും തലയും മുറുക്കി പിണറായി വിജയനെതിരെ വിമർശനങ്ങളുമായി മുന്നോട്ട് കുതിക്കും. ഇപ്പോൾ ആളനക്കമില്ലാത്ത AKG സെന്ററിൽ നാളെ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും. ഏതെങ്കിലും ഒരു തോൽവി മണത്താൽ പിന്നെ കലിപൂത്ത് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നാളെ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ പിണറായി വിജയൻ വീണ്ടും കലിപൂണ്ട് എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നാണ് കേരളം ഭയക്കുന്നത്. ചിലരൊക്കെ പറയുന്നു ചില CPM MLAമാരുടെ നെഞ്ചത്ത് മൊട്ട വെച്ചാൽ അത് ബുൾസയായി വരുമെന്ന്. അത്രയധികം നെഞ്ചെടുപ്പും ചൂടുമാണ് അവരുടെ നെഞ്ചിൽ. വല്ലാത്തൊരു അഗ്നിപരീക്ഷണം. കോൺഗ്രസിനും ഇത് നിലനിൽപ്പിൻ്റെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചു വരും എന്ന് നാളെ രാവിലെ മുതൽ നമുക്കറിയാം. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.